ഫിഞ്ചൽ ചുഴലിക്കാറ്റ് കരതൊട്ടിരിക്കുകയാണ്. ശനിയാഴ്ച വൈകിട്ട് 5:30 ആണ് ചുഴലിക്കാറ്റ് പുതുച്ചേരിയിൽ കരതൊട്ടത്. നിലവിൽ ചെന്നൈയിലും തമിഴ്നാട്ടിലെ കിഴക്കൻ തീരദേശ ജില്ലകളിലും കനത്ത മഴ പെയ്യുകയാണ്. തീരപ്രദേശങ്ങളിൽ കടൽ പ്രക്ഷുബ്ധമാണ്. മഴക്കെടുതിയിൽ 4 പേരാണ് മരിച്ചത്. അഫ്സാന ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്നും ഇതിന്റെ വിവരങ്ങളുമായി. അഫ്സാന, ഗുഡ് മോർണിംഗ്. ഈ ചുഴലിക്കാറ്റ് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? മരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അപകടങ്ങളൊക്കെ സംഭവിച്ചിരിക്കുന്നു. ആളുകൾക്കൊക്കെ കാര്യമായ രീതിയിൽ പരിക്കുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന വാർത്തകളും റിപ്പോർട്ടുകളും പുറത്തു വരികയാണ്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട്? പ്രിയ പറഞ്ഞ വളരെ ശരിയാണ്. ഈ ചുഴലിക്കാറ്റ് മൂലം തമിഴ്നാട്ടിലാകെ ഒട്ടനവധി നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്നലെയാണ് ഫെഞ്ചൽ ചുഴലിക്കാറ്റ് കര തൊട്ടത്. ഏകദേശം വൈകിട്ട് 5:30 ചുഴലിക്കാറ്റ് പുതുച്ചേരിയിൽ കര തൊട്ടത്. ചുഴലിക്കാറ്റ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ച് ഫെഞ്ചൽ ചുഴലിക്കാറ്റിൻ്റെ ശക്തി കുറഞ്ഞിട്ടുണ്ട്. ചുഴലിക്കാറ്റ് അതിതീവ്ര ന്യൂനമർദ്ദമായി മാറിയിട്ടുണ്ട്. ഫിഞ്ചാലിൻ്റെ സ്വാധീന ഫലമായി തമിഴ്നാട്ടിൽ ഉടനീളം ശക്തമായ മഴ തുടരുകയാണ്. ചെന്നൈ ഉൾപ്പെടെയുള്ള ജില്ലകളിലാണ് ശക്തമായ മഴ തുടരുന്നത്. ചെങ്കൽപ്പട്ട് അടക്കമുള്ള 6 ജില്ലകളിലും പുതുച്ചേരിയിലും റെഡ് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടാതെ 12 ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. 12 യെല്ലോ അലേർട്ടും ശക്തമായ മഴ തന്നെയാണ് അവിടെ തുടരുന്നത്. ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ചെന്നൈ വിമാനത്താവളം ഇന്നലെ ഉച്ചയ്ക്ക് 12 മണിയോടെ അടച്ചിരുന്നു. അത് ഇന്ന് പുലർച്ചെ 1 മണിയോടെ തുറന്നിട്ടുണ്ട്. ഇന്ന് പുലർച്ചെ 4 മണി വരെയാണ് വിമാനത്താവളം അടച്ചിടുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് കണ്ടതോടെയാണ് വിമാനത്താവളം തുറന്നത്. ഫിഞ്ചാലിൻ്റെ സ്വാധീന ഫലമായി തമിഴ്നാട്ടിൽ ഉടനീളം ശക്തമായ മഴ തുടരുകയാണ്. ഏറ്റവും കൂടുതൽ ചുഴലിക്കാറ്റ് ബാധിച്ചിരിക്കുന്നത് ചെന്നൈ നഗരത്തെ തന്നെയാണ്. അവിടെ ശക്തമായ മഴയെ തുടർന്ന് വെള്ളക്കെട്ടുകളും രൂപപ്പെട്ടിട്ടുണ്ട്. ചുഴലിക്കാറ്റ് നിലവിൽ അതിതീവ്ര ന്യൂനമർദ്ദമായാണ് മാറിയിട്ടുള്ളത്. മണിക്കൂറിൽ 85 കിലോമീറ്റർ വേഗതയിൽ വരെ തമിഴ്നാട്ടിൽ കാറ്റും വീശുന്നുണ്ട്. ചെങ്കൽപ്പട്ടടക്കം 6 ജില്ലകളിലാണ് നിലവിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തിരുവല്ലൂർ, ചെങ്കൽപ്പട്ട്, കാഞ്ചീപുരം, വില്ലുപുരം, കള്ളക്കുറിച്ചി, കടലൂർ ജില്ലകളിലാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. തമിഴ്നാട്ടിലെ 9 തുറമുഖങ്ങൾക്ക് ജാഗ്രതാ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. മണ്ണിടിച്ചിലിനടക്കമുള്ള സാധ്യതയാണ് തമിഴ്നാട്ടിൽ നാം കാണുന്നത്. വെള്ളപ്പൊക്ക ഭീഷണി തുടർന്ന് സ്കൂളുകൾക്കും കോളേജുകൾക്കും ഒട്ടുമിക്ക വ്യാപാര സ്ഥാപനങ്ങളിലും വരെ അടച്ചിട്ടിരിക്കുകയാണ്. കാലാവസ്ഥാ പ്രതിസന്ധിയെ തുടർന്ന് ചെന്നൈ വിമാനത്താവളം ഇന്ന് പുലർച്ചെ 1 മണിയോടെയാണ് തുറന്നത്. അതേസമയം ഏത് വെല്ലുവിളിയെയും എന്തിനേയും നേരിടാൻ തയ്യാറാണെന്നാണ് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ അറിയിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെന്നൈ നഗരത്തെയാണ് ഏറ്റവും കൂടുതൽ ഇത് ബാധിച്ചത്. നിലവിൽ മഴക്കെടുതിയിൽ ചെന്നൈയിൽ 4 പേരാണ് കൊല്ലപ്പെട്ടത്. അതിൽ 3 പേരും ഷോക്കേറ്റാണ് മരിച്ചത്. ഇന്നലെയാണ് 2 പേർ മരിച്ചത്. അതിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 4 ലക്ഷം വീതം ധനസഹായം നൽകാമെന്ന് തമിഴ്നാട് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. മഴയിൽ റോഡുകളടക്കം മുങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കൂടാതെ കേരളത്തിലും ന്യൂനമർദ്ദത്തിൻ്റെ ഫലമായി മഴ വരുമെന്ന് പ്രവചിച്ചിട്ടുണ്ട്. ചുഴലിക്കാറ്റ് അതിതീവ്ര ന്യൂനമർദ്ദമായ സാഹചര്യത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെങ്കിലും ജാഗ്രത തുടരണമെന്നാണ് തമിഴ്നാട് സർക്കാർ അറിയിച്ചിട്ടുള്ളത്. പ്രിയ.